നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വരുണും സൂര്യ ഒരുപോലെ അല്ല. ജീവജീവൻ പോലെ ഇരിക്കുന്ന ഒരാളെ സഹായിക്കുന്നതിനും എനിക്ക് കൂലി കുറച്ച് കൂടുതൽ തന്നാലും കുഴപ്പമില്ല. എത്രയാ നിന്റെ കൂലി? ചോദിച്ചത് കേട്ടില്ലേ? സൂര്യയുടെ കൂടെ നീ ജീവിക്കുന്നതിന് നീ നിശ്ചയിച്ചിട്ടുള്ള കൂലി എത്രയാന്ന്? ശരിയായി. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ് ജീവ. ഗുഡ് മോർണിംഗ്. ജീവ മേക്കപ്പ് ചെയ്തോളൂ. ഫസ്റ്റ് ഷോട്ടാണ്. ഓക്കെ സർ. സുബിൻ, അതേതാ ആ പെൺകുട്ടി? അത് പുതിയ ആർട്ടിസ്റ്റ് ആണോ? ഏത്? ആ യെല്ലോ ചുരിദാർ. അത് നാട്ടുകാരിയാണ്. നമ്മുടെ ഗായിക ശ്യാമ മേഡത്തിന്റെ ചായ ഇല്ലേ ആ കുട്ടിക്ക്? കറക്റ്റാണ് സാർ. സാർ മേക്കപ്പ് ചെയ്യാം. ഹായ്. ഹലോ. ടച്ചപ്പ് ചെയ്താലോ? ചെയ്യാം. നന്ദു, മോൻ ഇവിടെ നിന്നോ, ഞാൻ പോവാ. ചേച്ചിയൊന്നും മിണ്ടായിരുന്നേ. ഇനി ആരാ വരാനുള്ളതെന്നറിയോ? വിനയപ്രസാദ്. അവരും കൂടെ വന്ന് കണ്ടിട്ട് പോവാം. ചേച്ചി അവിടെ നിക്ക്. വാ ചേച്ചി. ഉമ്മ. താങ്ക് യു സോ മച്ച്. എന്താ പേര്? രാധിക. യു ലുക്ക് സോ മച്ച് ലൈക്ക് സിംഗർ ശ്യാമ. റിലേറ്റീവ് ആണോ? ശ്യാമയുടെ അതേ മുഖഛായ. അല്ല, പക്ഷേ ശ്യാമ മാഡത്തിന്റെ പാട്ടുകളൊക്കെ എനിക്ക് വലിയ ഇഷ്ടം. പിന്നെ മാഡത്തിനെയും. എനിവേ താങ്ക് യു രാധിക. ഐ ആം നന്ദുട്ടൻ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. നല്ലൊരു മാഡം. എന്ത് നല്ല സ്വഭാവം അല്ലേ ചേച്ചി? ഇത്രയും വലിയ സിനിമാ നടി ചേച്ചിയുടെ പേര് വെച്ചില്ലേ? അവരൊക്കെ നല്ല മര്യാദയുള്ളവരാടാ, അല്ലാതെ ഇപ്പൊ എന്താ.
ഇത് പരമ്പരാഗതമായിട്ട് നമ്മുടെ കുടുംബത്തിലുള്ളതാ. മരുമക്കളായിട്ട് വന്ന് കയറുന്നവരുടെ അവകാശം ഇത്. എല്ലാം വളരെ വിലപിടിച്ചതാ. ഈ ഡിസൈനും മറ്റും വേറെ ഒരു സ്ഥലത്ത് തിരഞ്ഞാലും കിട്ടില്ല. മോൾക്ക് എപ്പോഴാണോ ഇത് അണിയാൻ തോന്നുന്നത് അപ്പോ എടുത്ത് അണിയാം. ആ, നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവം വരുമ്പോ ഈ ആഭരണങ്ങളെല്ലാം അണിഞ്ഞു വേണം മോള് പോവാൻ. അതെന്താ? അതൊക്കെ പറയാം. ഇനി മുതലേ ഇതെല്ലാം മോളുടെ മുറിയിൽ തന്നെ വെച്ചു. അതെങ്ങനെയമ്മേ പ്രിയങ്ക അത് സ്വന്തം മുറിയിൽ സൂക്ഷിക്കുന്നത്? എന്തുപറ്റി? അല്ല, പരമ്പരാഗതമായിട്ടുള്ള ആഭരണങ്ങള് കൽപ്പനയ്ക്കും പ്രിയങ്കയ്ക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണല്ലോ. ഉർവശിയോട് ആരാ ഇപ്പൊ ഈ കണക്ക് പറഞ്ഞേ? ഞാനാ പറഞ്ഞേ. ഈ ആഭരണങ്ങളില് എനിക്ക് ഒരു പങ്കുണ്ട്. കൽപ്പനയ്ക്കുണ്ടായിരുന്ന പങ്ക് വീതിച്ചു തന്നതല്ലേ? വീതിച്ച് തന്നു എന്നുള്ളത് സത്യം. പക്ഷേ ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. ആര് പറഞ്ഞു? കുടുംബത്തിലെ മൂത്ത മരുമകൾ എന്ന നിലയ്ക്ക് ഇതിലും കൂടുതൽ തന്നെയാ കൽപ്പനയ്ക്ക് തന്നിരിക്കുന്നത്. എനിക്കും അമ്മയ്ക്കും അതിന് കൃത്യമായിട്ട് കണക്കുണ്ട്. ആ, എല്ലാവർക്കും എല്ലാത്തിനും കണക്കുണ്ട്. സൂര്യയുടെ ഭാര്യയും വരുണിന്റെ ഭാര്യയും ഒന്നുപോലെ കണക്കാക്കുമ്പോ ഒന്നും മറക്കണ്ട, വരുണും സൂര്യ ഒരുപോലെ അല്ല. ജീവജപം പോലെ ഇരിക്കുന്ന ഒരാളെ സഹായിക്കുന്നതിനും എനിക്ക് കൂലി കുറച്ച് കൂടുതൽ തന്നാലും കുഴപ്പമില്ല. എത്രയാ നിന്റെ കൂലി? ചോദിച്ചത് കേട്ടില്ലേ? സൂര്യയുടെ കൂടെ നീ ജീവിക്കുന്നതിന് നീ നിശ്ചയിച്ചിട്ടുള്ള കൂലി എത്രയാന്ന്? നോക്ക്, പല തവണയായി വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും സൂര്യയെ ആക്ഷേപിക്കുന്നത് നീ ശീലമാക്കിയിട്ടുണ്ട്. നീ കാണുന്ന കണ്ണില് ഞങ്ങൾക്ക് അവനെ കാണാൻ പറ്റില്ല. നിന്റെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് നിനക്കല്പം സ്വാതന്ത്ര്യം ഞങ്ങൾ അനുവദിച്ചു തന്നു. അത് ആവശ്യമില്ലാത്ത കാര്യത്തിന് ഉപയോഗിച്ചാലുണ്ടല്ലോ. എന്തിനു മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്ക് എന്തിന്റെ കുറവാ ഇവിടെ? എന്തെങ്കിലും കാര്യത്തില് ആരെങ്കിലും നിന്നെ അവഗണിച്ചിട്ടുണ്ടോ? വേണ്ട പത്മിനി, ഇത്തരക്കാരുടെ ചെവിയില് വേദം ഒതിയിട്ട് കാര്യമില്ലെന്നാ പഴമക്കാര് പറയുന്നത്. മോളെ പ്രിയങ്ക, അതിങ്ങെടുത്തോണ്ട് വാ. മാറി നിക്കടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.